ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കവേ വിവിധ വിവരങ്ങൾ പുറത്തുവരുന്നു. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് പോലെയല്ല, അതിനപ്പുറം ശബരിമലയിൽ നിന്ന് സാധ്യമായത് പലതും കട്ടുകൊണ്ടു പോയിരിക്കുന്നു സ്വർണ്ണ രൂപത്തിൽ എന്നതാണ് സർക്കാർ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമാത്രവുമല്ല, SIT എന്ന സംവിധാനം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതായതുകൊണ്ട് തന്നെ സുതാര്യവും നീതിയുക്തവുമായിട്ടുള്ള അന്വേഷണം അതിൽ നടക്കുമെന്ന് പൊതുവെ വിചാരിക്കപ്പെട്ടു. ഇപ്പോൾ പക്ഷേ പ്രതിപക്ഷ നേതാവ് ആധികാരികമായൊരു വിമർശനം ഉന്നയിക്കുകയാണ്. SITയിൽ സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകളെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം അട്ടിമറിക്കാനോ വഴിതിരിക്കാനോ വിവരങ്ങൾ ചോർത്താനോ ഉള്ള ശ്രമം നടക്കുന്നുവെന്ന്. CPIMലെ LDFലെ ഉന്നതരിലേക്ക് പോകാതിരിക്കാനുള്ള തടയിടാനുള്ള ശ്രമം നടക്കുന്നു. SIT അന്വേഷണത്തെ സ്വാധീനിക്കുന്നുവെന്നാണ് വിവരം. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കണം, അതായത് ഈ ശബരിമലയിൽ നിന്ന് വാതിൽപ്പാളികളിലെ സ്വർണം മാത്രമല്ല മറ്റ് പല പോർഷൻസിൽ നിന്നുള്ള സ്വർണം അടർത്തിക്കൊണ്ട് പോയിട്ടുണ്ടെന്നും അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി ഇപ്പോഴും തൊണ്ടിമുതൽ ആരുടെ കയ്യിലാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അന്വേഷണ സംഘം. അപ്പോൾ അടിച്ചുകൊണ്ടുപോയ കോടാനുകോടി മൂല്യമുള്ള ആൻറ്റിക് വാല്യൂ ഉള്ള സ്വർണ്ണവിലയുടെ മൂല്യമുള്ള വിശ്വാസപരമായ മൂല്യമുള്ള കോടാനുകോടിയുടെ മൂല്യമുള്ള ഈ സ്വർണം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അത് ആർക്കാണ് വിറ്റത് എന്ന വിവരത്തിൽ ഇപ്പോഴും പൂർണ്ണ വ്യക്തതയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അതിൻ്റെ തുടർച്ചയിലായിരിക്കണം ഇതിൽ വലിയ സ്രാവുകളുണ്ടെങ്കിൽ അവരിലേക്കും എത്തുക. അപ്പോഴാണ് പ്രതിപക്ഷം ഇപ്പോൾ ഒരു അവിശ്വാസത്തിൻ്റെ വലിയ മുദ്ര അന്വേഷണത്തിന് മേലെ എടുത്തു ചാർത്തുന്നത്. സത്യത്തിൽ SIT ശരിയായ വഴിക്ക് തന്നെയാണോ പോകുന്നത്, അതോ അവർ ഇഴയുന്നുണ്ടോ, വൈകുന്നുണ്ടോ? ആ വൈകൽ മനഃപൂർവ്വമാണോ? അന്വേഷണം ശരി വഴിക്കല്ലേ? ഈ വിഷയം സംസാരിക്കുകയാണ് ഈ ദിവസവും സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ദാമോദർ പ്രസാദ് നിരീക്ഷകൻ, സന്ദീപ് കുമാർ VHPയുടെ പ്രതിനിധി, VR അനൂപ് കോൺഗ്രസ് നേതാവ്, D സുരേഷ് കുമാർ CPIMൽ നിന്ന് എന്നുള്ളവരാണ്. ആദ്യം ശ്രീ VR അനൂപ്, ഈ അന്വേഷണം ശരിയായ വഴിയിൽ പോകുന്നില്ല, അത് വഴിതിരിക്കപ്പെട്ടിരിക്കുന്നു, അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന ആക്ഷേപം ആധികാരികമായി ഉന്നയിക്കുന്നതാണോ നിങ്ങൾ? ആദ്യമേ തന്നെ അങ്ങനൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ നിഷാദെ. ഇതിവിടെ കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഘട്ടത്തിൽ ആശങ്ക വന്നു. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ അന്വേഷണം ഇഴയുന്നത്, എന്താണ് അന്വേഷണത്തിൽ ചില ആളുകളെ ചോദ്യം ചെയ്യാൻ താമസം എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കോടതി തന്നെ ഉന്നയിച്ച ചോദ്യങ്ങളാണ്. തീർച്ചയായും ഞങ്ങളും ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ തുടക്കത്തിലെ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ സ്വാഗതം ചെയ്ത ആളുകളാണ്. പക്ഷെ കോടതിക്കുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള ആശങ്ക ഞങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ ആദ്യഘട്ടം മുതൽ ഞങ്ങൾ പറഞ്ഞ തരത്തിലേക്കാണ് കാര്യങ്ങൾ വികസിച്ചിട്ടുള്ളത്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ചപ്പോൾ ഇവരെന്താണ് പറഞ്ഞത്? ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾ പിടിച്ചു, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ആരംഭിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അവസാനിക്കുന്ന ഒന്നാണ്, ഞങ്ങൾ ഇത് അയാളെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇതിന് പിന്നിൽ ശക്തമായ ഉദ്യോഗസ്ഥ സംവിധാനവും അതിന് നേതൃത്വം നൽകുന്ന ഒരു ഭരണ നേതൃത്വവും. പിന്നെ വരുന്ന ആരിലേക്കാ? വാസു കേവലം ഒരു ഉദ്യോഗസ്ഥ പ്രമുഖനല്ലല്ലോ. CPIMുമായി അടുത്ത ബന്ധമുള്ള 2 തവണ CPIMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു മാന്യദേഹമാണ് ഈ വാസു. അതിനുശേഷം അപ്പോഴും ഒരു സാങ്കേതികത്വം പറഞ്ഞ് വാസു ഉദ്യോഗസ്ഥൻ എന്നൊരു സ്റ്റാൻഡിൽ നിൽക്കുകയാണ് CPIM. പക്ഷെ അതിനുശേഷം കൂടുതൽ വ്യക്തതയോടെ CPIMന്റെ തന്നെ കയ്യിലേക്ക് എത്തുകയാണ്. പത്മകുമാർ എന്ന് പറയുന്നത് പാർട്ടിയാണ് എന്ന് നിഷേധിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. പത്മകുമാറുമായി CPIMലുള്ളത് നാഭീനാള ബന്ധമാണ്. അദ്ദേഹം പാർട്ടിയാണെന്ന് മാത്രമല്ല, പാർട്ടിക്കകത്ത് പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അപ്പൊ പത്മകുമാറിൽ എത്തുമ്പോൾ ഈ പ്രക്രിയയിൽ CPIMന്റെ പങ്ക് വളരെ വ്യക്തമാണെന്നേ. പക്ഷേ ഇതിനെ ആ അർത്ഥത്തിൽ ഇപ്പോഴും അഡ്മിറ്റ് ചെയ്യാൻ CPIM തയ്യാറല്ല. അതേസമയം പത്മകുമാറിനെ തള്ളി പറയാനും CPIM തയ്യാറല്ല എന്നുള്ളിടത്താണ് CPIM എന്ന രാഷ്ട്രീയ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരു വശത്ത് CPIM പറയുന്നു, ഇതിന് ഞങ്ങൾ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട കോടതി സംവിധാനങ്ങൾ നിരന്തരമായി ജാമ്യം നിഷേധിക്കുന്ന, താങ്കൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, ഒരു കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരു കോടതിയും കേസിന്റെ മെറിറ്റിലേക്ക് പോകില്ല. ജാമ്യം നിഷേധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ നിൽക്കുന്ന കസ്റ്റഡിയിലിരിക്കുന്ന കുറ്റാരോപിതരായ മനസ്സിലായി. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി സംസാരിക്കുന്ന വിഷയം അത് തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പത്മകുമാറിനെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല, രാഷ്ട്രീയ നടപടി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നത് ഒരു വിഷയമായി അവിടെ നിൽക്കുന്നു. പക്ഷെ പത്മകുമാർ അകത്താണെന്ന കാര്യം ഓർക്കണം, വിജയകുമാർ അകത്താണെന്ന കാര്യം ഓർക്കണം, വാസുവിനെ അറസ്റ്റ് ചെയ്തു എന്ന കാര്യം ഓർക്കണം. അപ്പോൾ ഇത് കാര്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഇത് മൊത്തം അവതാളത്തിലാക്കാൻ CPIM വേറെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതിന്റെ യുക്തി വിശദീകരിക്കാമെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, വിശദീകരിക്കാമല്ലോ നിഷാദെ. വളരെ വ്യക്തമല്ലേ എന്തുകൊണ്ട് പത്മകുമാറിലേക്കും വിജയകുമാറിലേക്കും ഈ കുമാർമാരിലേക്കും അന്വേഷണം പോകാനുള്ള സാഹചര്യം എന്താ? അത് കൃത്യമായി കോടതിയുടെ ഇടപെടലുള്ളത് കൊണ്ടാ. അല്ലെങ്കിൽ എന്തേ ഈ കേസ് പൂട്ടിക്കെട്ടപ്പെട്ടെന്നേ.
കോടതിയുടെ കൃത്യമായ ഇടപെടൽ, തുടക്കം തൊട്ടേയുള്ള മോണിറ്ററിംഗ്, കോടതി ചോദ്യങ്ങൾ ചോദിക്കുന്നു, കോടതി അന്വേഷണവുമായി ബന്ധപ്പെട്ട ഫയലുകൾ വരുത്തുന്നു, അന്വേഷണം ഇഴയുന്ന സന്ദർഭങ്ങളിൽ കോടതി ഇടപെടുന്നു. കോടതിയുടെ ഇടപെടൽ ഉള്ളത് കൊണ്ട് മാത്രം സാധ്യമായ അന്വേഷണമാണെന്നേ ഇത്. അതല്ലാതെ വളരെ നോക്കൂ, CPM-കാർ ആയിട്ട് പോലും ഞങ്ങൾ മുഖം നോക്കാതെ നടപടി എടുക്കുന്നു എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ കഴിയുക? കോടതിയിൽ നിന്നല്ല ഈ കേസിന്റെ ഉത്ഭവം, കോടതിയിൽ നിന്നല്ല ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നത്. ഇതിൽ ഓരോ ഡെവലപ്മെന്റും ഓരോ സംഭവ വികാസവും കോടതി ഉള്ളത് കൊണ്ട് മാത്രം സാധ്യമായതാ. എന്നിട്ടും ഒരു കാര്യം നിഷാദ് മനസ്സിലാക്കേണ്ടത്, ഈ കേസിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് CPM-മായി മാത്രം ബന്ധമുള്ള ആളുകളാണെന്നേ. CPM മാത്രം മറുപടി പറയേണ്ട വിഷയമാണെന്നേ. അതിന് പകരം ചില ഊഹാപോഹങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ വരുത്തി ഇത് ഞങ്ങൾ മാത്രമല്ല എന്നൊക്കെ പറയാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറ്റൊരു പാർട്ടിക്കെതിരെ, മറ്റേതെങ്കിലും ആളുകൾക്കെതിരെ മെറ്റീരിയലായ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ CPM-നുണ്ടോ? ഇതിനകത്ത് ഇതുവരെ പിടിക്കപ്പെട്ട ആളുകൾ ആരെ എന്ന് ചോദിച്ചാൽ അത് CPM-മായി ബന്ധപ്പെട്ട ആളുകളാണ്. CPM-മായാണ് അവർക്ക് ബന്ധം. അവരെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് CPM-ആ. CPM ഒരു തള്ളക്കോഴി, കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ഈ കുറ്റാരോപിതരായ വ്യക്തികളെ രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നു എന്നുള്ളിടത്താണ് ഞങ്ങൾ ഉയർത്തുന്ന ഈ പറയുന്ന അവിശ്വാസത്തിന്റെ ഒക്കെ പ്രസക്തി എന്ന് പറയുന്നത്. ശരി. CPM-ന്റെ പ്രതിനിധി D. സുരേഷ് കുമാർ കൂടി എന്നോടൊപ്പം തത്സമയം ചേരുന്നു. D. സുരേഷ് കുമാർ, ഈ അന്വേഷണം ശരിയായ വഴിക്ക് പോകാതിരിക്കാൻ, ഉന്നതരിലേക്ക് അത് എത്താതിരിക്കാൻ 2 പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ആധികാരികമായി ഉന്നയിക്കുന്ന വിമർശനം. അതുകൊണ്ടാണ് ഈ അന്വേഷണം വൈകുന്നത്, ഇഴയുന്നത്, പ്രധാനികളിലേക്ക് എത്താത്തത് എന്ന്. ഈ അന്വേഷണം നിങ്ങൾക്ക് ഫേവറബിളായി മാറുന്നു എന്ന് പ്രതിപക്ഷം ആശങ്കിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നോക്കൂ, ഇതിന് 2 ഘട്ടമുണ്ട്. ഈ 2 ഘട്ടത്തെയും സംബന്ധിച്ച് പറയാനുള്ള സാവകാശം എനിക്ക് തരണം. ഒന്ന്, ഇത് ആർക്കും ഫേവറബിൾ അല്ല. കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ പുരോഗതി ഓരോ ഘട്ടത്തിലും സീൽഡ് കവറിൽ കോടതിയെ ഏൽപ്പിക്കണമെന്ന് കോടതി നിഷ്കർഷിച്ചിട്ടുള്ള ഒരു അന്വേഷണം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അന്വേഷണം പക്ഷപാതപരമാണ് എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് തോന്നിയത് ഈ അന്വേഷണത്തിന്റെ ചില കാര്യങ്ങൾ അവരുടെ പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതൃത്വത്തിലേക്ക് കൂടെ നീണ്ടതുകൊണ്ടാണ്. അത് വെറുതെ നീണ്ടതല്ല. അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ആ ഭാഗം കൃത്യമായി ഹിഡൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളാരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി നിർമ്മിച്ച ഫോട്ടോയല്ല പുറത്തു വന്നിരിക്കുന്നത്. അന്നത്തെ ആ ഫോട്ടോയെ നമുക്കങ്ങനെ വില കുറച്ച് കാണാനും കഴിയില്ല. കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും 2 ആളുകളുടെ പ്രസൻസ് ഉണ്ട്. രണ്ടാമത് ആ പത്തനംതിട്ടയിലെ ലോക്സഭാ അംഗം ശ്രീ ആന്റോ ആന്റണി, അതുപോലെ തന്നെ കോന്നി MLA ശ്രീ അടൂർ പ്രകാശ്, അതുപോലെ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, ഇത്രയും ആളുകൾ, ഈ 3 ആളുകളും ഈ കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും കൊണ്ട് എന്തിനാണ് അന്നത്തെ UPA ചെയർപേഴ്സൺ ആയിരുന്ന ശ്രീമതി സോണിയാഗാന്ധിയെ കാണാൻ പോയത് എന്നത് ഈ കേരള സമൂഹത്തോട് അടിവരയിട്ട് വ്യക്തതയോടുകൂടി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കാര്യത്തിന് ഒരു വേവലാതിയുടെയും പരിഭ്രാന്തിയുടെയും ഒരാവശ്യവുമില്ല. ഇത് അന്വേഷണം ചെറുതായി ശരിയായ ദിശയിലേക്ക് ഒന്ന് തിരിഞ്ഞപ്പോൾ ഇവർ നേരെ കുരച്ചുകൊണ്ട് ചാടുന്നത് ഈ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെതിരായി, അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെതിരായി, അതുപോലെ തന്നെ ആ അന്വേഷണ ടീമിൽ ആരൊക്കെയുണ്ട്. കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്, നമ്മളത് മനസ്സിലാക്കണം. എത്ര മ്ലേച്ഛമായിട്ടാണ് തുടക്കത്തിൽ ഈ അന്വേഷണത്തെ പവിത്രമായി സ്വാഗതം ചെയ്ത ആളുകളാണ് ഇന്ന് അന്വേഷണ ടീമിനെതിരായി പുലഭ്യം നടത്തുന്നത് എന്നത് നാം തിരിച്ചറിയണം. ശരി, അതിനിടയ്ക്ക് സുരേഷ് കുമാർ, പ്രതിപക്ഷം പറയുന്നത് പോലെയല്ല ഈ അന്വേഷണം നീതിയുക്തമായും സുതാര്യമായും മുന്നോട്ട് പോകുന്നു, ശരിയാവണ്ണം പോകുന്നു എന്നാണ് നിങ്ങളുടെ നിലപാട്, അല്ലേ? അല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള സംശയവും ഇവർ പറയുന്നത് പോലെ മറ്റേതെങ്കിലും പാർഷ്യാലിറ്റി അവരുടെ മേൽ കൽപ്പിക്കാൻ ഞങ്ങളാണല്ല. കൃത്യമായി ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോവുകയാണ്, പാർഷ്യാലിറ്റി ആരുടെ മേലും ആരോപിക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് വെച്ചാൽ ഈ അന്വേഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് മതിപ്പാണ്, വിശ്വാസമാണ്, നിങ്ങൾ ഈ അന്വേഷണത്തെ വാല്യൂ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പിടിക്കപ്പെട്ട ആളുകളെ നിങ്ങൾ എന്തിനെ സംരക്ഷിക്കണം? ഈ അന്വേഷണം ശരിയാണെങ്കിൽ ഈ അന്വേഷണത്തിൽ പിടിക്കപ്പെട്ട പത്മകുമാർ ഷേഡിയായി നിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയമായ ഒരു വർത്തമാനമെങ്കിലും നിങ്ങൾ പറയണം.
ഒരാളിനെ പോലും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇവരെ 3 പേർ, ഒന്ന് ശ്രീ പത്മകുമാർ, മറ്റൊന്ന് ശ്രീ വാസു, മറ്റൊരാൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ശ്രീ വിജയകുമാർ, ഈ 3 ആളുകളും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി, ദേവസ്വം ബോർഡിന്റെ ഭാഗമായി അവിടെ ചുമതലയേറ്റ ആളുകളാണ്. ഈ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് കൊടുക്കുന്ന സമയത്ത് മാത്രമേ, കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ ഇവരുടെ ഇൻവോൾവ്മെന്റ് എന്താണ്. ഒന്ന്, ഇവർക്കുണ്ടായിട്ടുള്ളത് നെഗ്ലിജൻസ് ആണോ? 2, ഇവർ ആരുമായിട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ? മറ്റൊന്ന്, ഈ നടത്തിയിട്ടുള്ള മോഷണത്തിൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തത ഉണ്ടാവുകയാണെങ്കിൽ, അതിനകത്ത് ഇവരുടെ പങ്കെന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരികയാണെങ്കിൽ ഒരു കാരണവശാലും ഇവരെന്നല്ല ഒരാൾക്കും അതൊന്ന് അടിവരയിട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പന്റെ മുതൽ കക്കുന്നതോ അല്ലെങ്കിൽ അതിൽ കണ്ണുവെക്കുന്നതോ CPM-ന്റെ ഭാഗത്തു നിന്ന് ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. അങ്ങനെ ആരെങ്കിലും അത്തരത്തിലൊരു തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഈ പ്രസ്ഥാനത്തിനകത്ത് സ്ഥാനമുണ്ടാകില്ല എന്ന് മാത്രമാണ് CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. ഒരു വരി കൂടെ, അതല്ലാതെ അന്വേഷണത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഞങ്ങളുടെ നേർക്ക് ആ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന്റെ നോട്ടം ഞങ്ങളുടെ മേൽക്ക് തിരിയുകയാണെങ്കിൽ ഈ അന്വേഷണ കമ്മീഷന്റെ മേലും ആ ഹൈക്കോടതി ജഡ്ജിമാരുടെ മേലും ചെളിവാരി എറിയുക എന്നുള്ളത് CPM-ന്റെ സമീപനമല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയും സമുന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരും, ദേശീയ നേതാവായിട്ടുള്ള ശ്രീ KC വേണുഗോപാലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി നിർമ്മിക്കപ്പെട്ട ചിത്രമാണെന്നുള്ള അവകാശവാദമൊന്നും കോൺഗ്രസിനില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ ചിത്രം പുറത്തു വന്നതിന്റെ കാര്യകാരണ സഹിതം ഈ എൻക്വയറിയുടെ ഭാഗമായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം തങ്ങളിലേക്ക് സംശയത്തിന്റെ മുൾമുന നീളുകയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇതിനെ ആകെ അടച്ചാക്ഷേപിക്കുന്ന സമീപനം അങ്ങേയറ്റം തെറ്റാണ്. നിങ്ങൾ ഇവിടെ പരിഭ്രാന്തിയിലാഴ്ത്താൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെയാണ്, വിശ്വാസി സമൂഹത്തെയാണ്. അവരോട് മാപ്പ് പറയാനും ഈ അന്വേഷണം ശരിയാം വിധത്തിലാണ് നടക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാനുമുള്ള ആർജവം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം കാണിക്കണം എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ. ശരി, ഒരു കാര്യം കൂടി ചോദിച്ചാൽ അപ്പുറത്തേക്ക് പോട്ടെ. ഇന്നിപ്പോൾ ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ സ്വർണം കടത്തിയെന്നതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഈ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെയല്ല, കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് സ്വർണം കാണാതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളിലും അടക്കമുണ്ടായിരുന്ന സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുപോയി കെമിക്കൽ പ്രോസസ്സിങ്ങിലൂടെ വേർതിരിച്ചു എന്നാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് 574 ഗ്രാം സ്വർണം, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പക്കൽ നിന്ന് 109, ബാക്കിയൊന്നും ഇവിടെ കാണാൻ പോലും ഇല്ല. എന്ന് വെച്ചാൽ ഇതുവരെ മനസ്സിലാക്കിയതുപോലെയല്ല, കൂടുതൽ പോർഷൻസ് എന്നുള്ള സ്വർണം അടിച്ചുകൊണ്ട് പോവുകയും വിൽക്കുകയും ചെയ്തിരുന്ന ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാന കാര്യം. CPM-ന് ഒരു ഞെട്ടലുണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ? നോക്കൂ, ഈ അന്വേഷണത്തിന്റെ പുരോഗതിയുടെ വഴിയിലാണ്. തീർച്ചയായിട്ടും ഈ അന്വേഷണം പൂർണ്ണതയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ശബരിമലയിൽ എന്താണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ചില കാര്യങ്ങൾ, ഈ വരുന്ന റിപ്പോർട്ടുകളും കുറേ കാര്യങ്ങൾ ഊഹാപോഹങ്ങളുമാണ്. അല്ല, അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്കൊരു പൂർണ്ണമായൊരു വിലയിരുത്തൽ ഈ സന്ദർഭത്തിൽ നടത്താൻ വേണ്ടി സാധിക്കുകയില്ല. ഇവിടെ നടത്തുന്ന അന്വേഷണം എന്ന് പറയുന്നത് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ സർക്കാരിന്റെ കാലയളവിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതിന് മുൻപൊരു കാലഘട്ടമുണ്ട്. ഇദ്ദേഹം പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കടന്നു വരാനിടയായ സാഹചര്യം എന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അദ്ദേഹം എങ്ങനെ അവിടെ എത്തി, അദ്ദേഹത്തെ ആനയിച്ചവർ ആരാണ്, ആനയിച്ച ആളുകളുടെ മോട്ടീവ് എന്തായിരുന്നു, ഇതൊക്കെ തന്നെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയാണ്. അപ്പോൾ ആ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് അത്തരം കാര്യങ്ങൾ നടക്കരുത്. ഇവിടെ അന്വേഷണം പോലും സെലക്റ്റീവ് ആകണം, ഇന്ന ഭാഗത്ത് മാത്രമേ നിൽക്കാവൂ എന്ന നിഷ്കർഷ എന്തിനാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതാണ് ഇവിടെ പ്രസക്തമായി നിങ്ങൾ ചോദിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. ഈ കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അന്നത്തെ പത്തനംതിട്ടയുടെ MP-യും കോന്നിയുടെ MLA-യും ശ്രീ അടൂർ പ്രകാശും ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനറും സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി ഈ ആളിനെയും കൊണ്ട്, ഇയാൾ കള്ളനാണ് എന്നുള്ളത് നിസ്സംശയം തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ, ഇയാൾക്ക് ശബരിമലയുമായി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധവുമില്ല, അങ്ങനെയുള്ള ഒരാളിനെയും കൊണ്ട്, അങ്ങനെയുള്ള 2 ആളുകളെ, കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും കൊണ്ട് എന്തിനാണ് മാഡം സോണിയാജിയെ കാണുന്നതിന് വേണ്ടി പോയത്? ഇത്രയും ദിവസമായി ആപ്റ്റായ ഒരു മറുപടി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ഈ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് പ്രസക്തമായ ക്വസ്റ്റ്യൻ. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അന്വേഷണത്തിന്റെ മുൾമുന ഇവരിലേക്ക് നീളില്ലായിരുന്നല്ലോ.
നിങ്ങളില്ലായിരുന്നല്ലോ. ശരി ശരി ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പം ഇതിപ്പോൾ കുറേ ദിവസങ്ങളായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അതിനകത്ത് ഒരു ഒറ്റ പോയിന്റ് സത്യം പറഞ്ഞാലുള്ളൂ. അവിടെ പോറ്റിയുടെ നേതൃത്വത്തിൽ കൊള്ള നടന്നു. അതിന് രാഷ്ട്രീയമായ പിന്തുണ അദ്ദേഹത്തിന് കിട്ടി. അന്വേഷണം പുരോഗമിക്കുകയാണ്. പത്മകുമാർ ജയിലിൽ കിടക്കുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് കൂടുതൽ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വർണ്ണം കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെന്നാണ്. എവിടെയാണ് ഈ തൊണ്ടി മുതലെന്ന് കണ്ടെത്താൻ ഒട്ട് കഴിഞ്ഞിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ SITയുടെ അന്വേഷണത്തിന്മേൽ പ്രതിപക്ഷം ഒരു സംശയവും ദുരൂഹതയും ആരോപിക്കുകയാണ്. അങ്ങനെ സംശയിക്കാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. കാര്യം SITയുടെ അന്വേഷണം കാര്യക്ഷമമാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്നിപ്പോൾ നമ്മുടെ ആ കൊള്ള എന്നപ്പോൾ പ്രഭാവാലയം എന്നിട്ട് വിഗ്രഹത്തിൻ്റെ പ്രഭാവാലയം ആയിരിക്കണം, അതുപോലും മോഷ്ടിക്കപ്പെട്ടു എന്നാണ് പുതിയ വാർത്ത. SITയിൽ നിന്ന് ലഭിച്ച വാർത്തയായിരിക്കണം മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ SIT അന്വേഷണം കാര്യക്ഷമമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസമ്മേളനം ഞാൻ കേട്ടിരുന്നു. അല്ല, പ്രസമ്മേളനമല്ല ഇതുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം പക്ഷേ പറയുന്ന കാര്യം SITയുടെ അന്വേഷണം കാര്യക്ഷമമാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യം മറ്റൊന്നാണ്. അത് മുൻപ് ഈ ജാമ്യം ലഭിച്ച കോടതിയും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമുണ്ട്. അന്വേഷണം ഇഴയുന്നുണ്ടെന്നാണ് അന്ന് കോടതി പറഞ്ഞത്. ഇദ്ദേഹം പറയുന്ന കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ 2 പേരെ പിന്നീട് ഇതിൽ നിയോഗിച്ചിട്ടുണ്ട്. അവർ കേസിനെ വഴിതിരിച്ചു വിടാനുള്ള പണിയെടുക്കുന്നതാണ്. ശരി, പ്രതിപക്ഷ അവരുടെ പേരൊക്കെ തന്നെ പറയേണ്ടതാണ്. ഇത് ദുരൂഹമായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാര്യം അങ്ങനെ ഇല്ലെങ്കിൽ പറയാനും പാടില്ല. അങ്ങനെ ദുരൂഹമായിട്ടൊന്നും പൊതുസമൂഹത്തിനോട് പറയാം, ഇന്ന ആൾക്കാരുടെ പേര് പറയണം, അത് മഹാരാഷ്ട്രത്തിൽ കേസ് കൊടുക്കണതിൻ്റെ അർത്ഥം അതില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ വ്യക്തമായിട്ട് പറയാനുള്ള ബാധ്യത പ്രതിപക്ഷ ആരാണെന്നൊക്കെ സമൂഹം അറിയട്ടെ. ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇതിലേക്ക് വന്നിട്ട് അഡീഷണൽ ആയിട്ട് വന്ന ഉദ്യോഗസ്ഥന്മാരാരെന്നൊക്കെ എല്ലാവർക്കും അറിയാനുള്ള ബാധ്യതയുണ്ട്. കാര്യം അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത പ്രതിപക്ഷം എന്തായാലും. അപ്പോൾ അത് തുറന്നു പറയണം. അപ്പോൾ ഇതാണ് പറയുന്നത്. അതിൻ്റെ അകത്തൊരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഒരു കാര്യം അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് നമ്മുടെ CPMൻ്റെ പ്രതിനിധി ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ പ്രധാന കാര്യം, ആ ഫോട്ടോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. കാരണം അത് ഈ കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എങ്ങനെയാണ് ഈ പോറ്റിയുടെ എൻട്രി മുതലാണല്ലോ, പോറ്റിയെ കയറ്റിയെന്നാണ് പാട്ടിന് എൻട്രി മുതലാണ് ഈ പ്രശ്നങ്ങൾ ദുരൂഹമാവുകയും അവിടെ നടക്കുന്നത്. അപ്പോൾ ഇയാളുടെ കടന്നുവരും എങ്ങനെ അവിടെ ഇതുപോലെ കാര്യങ്ങൾ അവസരം ഒരുക്കി കൊടുത്തു. 2 വളരെ ഉന്നതയായ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഈ പറഞ്ഞ പോറ്റിയെ, ഒന്നും അല്ലാത്ത വെറും ഒരു പോറ്റീനെ എന്തിനു കൊണ്ടുപോയി കയ്യിൽ ചരട് കൊട്ടിച്ച് കൊടുത്തു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ അന്വേഷിക്കേണ്ട വിഷയം തന്നെ, സംശയം അകത്തില്ല. പക്ഷേ VD സതീശൻ പറഞ്ഞതിൻ്റെ അകത്ത് അവർ അത് അന്വേഷിക്കേണ്ടവരല്ല. പക്ഷേ എനിക്ക് തോന്നുന്നൊരു വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയും എത്തേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്തിരുന്നു, അതുമല്ല അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ട്. കാര്യം അടൂർ പ്രകാശിനെ അന്വേഷിച്ചു, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രശ്നമല്ല അവരുന്നയിക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതാണ്. ഇതിൻ്റെ അന്വേഷണ ദിശയിൽ അന്നത്തെ മന്ത്രി കടകംപള്ളി, അദ്ദേഹം സത്യം പറയാൻ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാവാത്ത കാര്യം, ഈ ദേവസ്വം വകുപ്പിൽ ദേവസ്വം മന്ത്രി എന്തിനാന്നുള്ളതാണ് സത്യം മനസ്സിലാവാത്ത കാര്യം. ഒരു അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള എന്ത് നടപടികൾ എടുക്കാനോ സ്ഥലമാറ്റം മറ്റൊക്കെ വേണ്ടിയാണോ ഈ മന്ത്രി ഇരിക്കുന്ന കാര്യം. അദ്ദേഹം പറയുന്ന ഒരു ഫയൽ അദ്ദേഹം ആ വകുപ്പ് ദീർഘകാലം ഭരിച്ചാൽ, നമ്മൾ പലപ്പോഴും ഗുരുവായൂരൊക്കെ പോയി അദ്ദേഹം ഫോട്ടോ ഇട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. എന്തിനോട് ഇരുന്നു? ഇപ്പോഴാ മന്ത്രി എന്തിനിരിക്കുന്നത്? ഒരു മന്ത്രി വാസവൻ എന്നാണ് മന്ത്രി, എന്തിനാ ഈ വകുപ്പോടെ ഇരിക്കുന്നത്? അങ്ങനെ യാതൊരു പ്രസക്തിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തിനു സർക്കാരിൻ്റെ ജനങ്ങളുടെയും പൈസ അടിച്ചു മാറ്റണു? അതിന് കുറേ പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ മറുപടി പറയേണ്ട കാര്യം. അങ്ങനെ അവരെന്നെ പറയേണ്ട ഒരു ആവശ്യമില്ലാത്ത വകുപ്പ്, ഒരു മന്ത്രിയാണ് വെറുതെ ഇരിക്കുക എന്നുള്ളത്. ഇവരുടെ വായ നോക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നാളെ വിശദീകരിക്കേണ്ടി വരും ചെയ്യും. കാര്യം അവർ തന്നെ പറയുന്ന കാര്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ദുരൂഹം നിൽക്കേണ്ട കാര്യം, ഇതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് വിമർശനം. ദാമോദർ പ്രസാദ്, ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ ശബരിമല സർക്കാരിന് ഒരു പ്രശ്നമാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അസ്വസ്ഥനായി പ്രതികരിക്കുന്നത് കാണുകയും ചെയ്തു. CPMനെ സംബന്ധിച്ച് ആദ്യം ഫിക്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമായിട്ട് അവരുടെ മുമ്പിൽ ഈ പറയുന്ന സംഗതി ഉണ്ട്. അതിന് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്താണ്? ഈ പത്മകുമാറിനെതിരെ ഒരു രാഷ്ട്രീയ നടപടി സ്വീകരിച്ചാൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരാൻ പറ്റുമോ? അല്ല, ഊരാൻ പറ്റാത്തതിൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യം വൈകിപ്പോയി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതുകൊണ്ട് പരിഹരിക്കുന്നൊരു ഘട്ടം കഴിഞ്ഞു എനിക്ക് തോന്നുന്നു. കാര്യം ബഹുമാനയുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നതിൽ തന്നെ ഒരു കൗതുക കാര്യമുണ്ട്. കാര്യം മുഖ്യമന്ത്രി ആദ്യം വിശദീകരിച്ച കാര്യം, കേരളത്തിൻ്റെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു കാല നടപടികളും വളരെ പോസിറ്റീവായ കാര്യങ്ങൾ എഴുതി വായിക്കുകയും അത് വളരെ സ്ഫുടമായിരുന്നു. അതിനുശേഷമാണ് ചോദ്യത്തിൻ്റെ അടിസ്ഥാനം ശബരിമലയുടെ കാര്യത്തിലേക്ക് വരുന്നത്. അതോടെ മുഖ്യമന്ത്രിക്ക് ഒരു പ്രകോപനമായ ചോദ്യം വന്ന മുഖ്യമന്ത്രി കുപിതനാവുമ്പോൾ തന്നെ, സാധാരണ ഇതിൽ നമുക്കറിയാം മുഖ്യമന്ത്രി ക്ഷുഭിതനാവുന്ന, മുഖ്യമന്ത്രി ചില ഉത്തരങ്ങൾ പറയാൻ പറ്റാൻ ക്ഷുഭിതനാവുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. കുറ്റം നമ്മൾ ഇതായിട്ട് പറയില്ല. പക്ഷേ മുഖ്യമന്ത്രി തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്ന സ്ഥിതി എന്ന് പറയുന്ന ഒരു കഷ്ടമല്ലേ? കാര്യം CPMനെ മറ്റേ ടെലിവിഷൻ ചാനലുകൾ ചർച്ച ചെയ്യുന്ന ആൾക്കാരുടെ ഡിഫൻസ് കൊണ്ട് വലിയ കാര്യമില്ലല്ലോ. കാര്യം ഇപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചുള്ള ഒരു സവിശേഷമായ കാര്യം എനിക്ക് തോന്നിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ വ്യത്യസ്തമായിട്ട് ഇന്ന് KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരേപോലെ ഡിഫൻസ് വന്നു. MP രാജേഷ് പറഞ്ഞു CPMന്റെ ഡിഫൻസ് ആ നിലയ്ക്ക് തന്നെ നേതാക്കളുടെ ഡിഫൻസ് വളരെ ദുർബലമാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് പ്രതിരോധിച്ചാലാണ് ജനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു വശമുണ്ട്. അപ്പോൾ ആ പ്രകോപനപരമായിട്ടുള്ള വശം നമ്മൾ കണ്ടു.
അതിൻ്റെ അകത്ത് അത് നേരിട്ട് ചോദ്യമായിരുന്നു. എന്തുകൊണ്ട് ഇപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട 2 ആൾക്കാരുണ്ട്, അത് മുഖ്യമന്ത്രി തന്നെ യോജിച്ചാണ്, എന്തുകൊണ്ട് അവരെക്കുറിച്ച് പരാമർശിക്കാൻ പോലും മുഖ്യമന്ത്രി മുഖത കാണിക്കുന്നു? അത് അന്വേഷണം കഴിയട്ടെന്ന്. അപ്പോൾ അന്വേഷണം കഴിയുമ്പോൾ ചില വീതീർപ്പുകളൊക്കെ നമ്മൾ തന്നെ വീതീർപ്പിലെത്തേണ്ട ശരിയാണ്, പക്ഷേ അവർ ജാമ്യം നിഷേധിക്കപ്പെട്ട് കിടക്കുകയാണ്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് പറയുന്നത് കാര്യം. അദ്ദേഹത്തിനൊക്കെ നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ് അവർ അങ്ങനെ വെറുതെ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് നമുക്ക് എക്നോളജ് ചെയ്യാൻ പറ്റില്ല. കാര്യം മറ്റു പല കാര്യത്തിനും നടപടി ആവശ്യപ്പെട്ടുള്ള പാർട്ടി തന്നെയാണ് എന്തൊക്കെ. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ SIT അന്വേഷണ സിനിമയുടെ ഒരു കാര്യം, ഈ കോടതി നിയന്ത്രണം എന്നൊക്കെ ആരോ പറഞ്ഞു കേട്ടു. കോടതി നിയന്ത്രണം, കോടതി നിരീക്ഷണം. സർക്കാർ തന്നെയാണ് SIT നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിനകത്ത് പോലീസുകാരെ നിയോഗിക്കാനൊക്കെ സർക്കാരിന് ഇപ്പോഴും പറ്റും. മുഖ്യമന്ത്രി ഓഫീസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നിയന്ത്രണമൊക്കെ ഉണ്ടായിരിക്കുക. കോടതി നിരീക്ഷണം. പക്ഷേ കോടതിക്ക് ഒരു പ്രശ്നമുണ്ട്. കോടതിക്ക് നിരീക്ഷണത്തിനപ്പുറം അത് പോയി നിയന്ത്രിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ SITയുടെ ഒരു പ്രവർത്തന രീതി കുറച്ചുകൂടി കോടതി അതിൻ്റെ എന്താ പറയുക, നിയമപരമായിട്ട് എന്താണ് എനിക്കറിയില്ല, നിയന്ത്രണം ഏറ്റെടുക്കാൻ പറ്റില്ല. പക്ഷേ അത് കുറച്ചും കൂടി സർക്കാർ നിർമുക്തമായ രീതിയിൽ കോടതി അതിൻ്റെ പരിപൂർണ്ണ കാര്യം. കാരണം ഇന്നത് വളരെ സങ്കീർണമായ വിഷയമായിരിക്കുന്നു. ആ കൊള്ള എന്ന നിസ്സാരമല്ല, വലിയ വിഗ്രഹത്തിന് അടിച്ചു മാറ്റുന്ന സ്ഥിതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം എന്നാണ്. പക്ഷേ സന്ദീപ്, നിങ്ങൾ അന്വേഷണ പുരോഗതിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമസ്കാരം. ഞാൻ ആദ്യം ഒരു തിരുത്തോടെ തുടങ്ങാം. സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് ഞാൻ VSP പ്രതികരിച്ചെത്തിയെന്നാണ്. ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഓക്കെ, സോറി, അത് മാറ്റാം, വേഗം മാറ്റാം. അന്വേഷണം ഓക്കെ, താങ്ക് യു. ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഹൈന്ദവ സംഘടനകളെല്ലാം ഇവിടുത്തെ അന്വേഷണത്തെക്കുറിച്ച് സ്വാഗതം ചെയ്തുവെങ്കിലും ഇതൊരു രാജ്യാന്തര ബന്ധമുള്ള ആയതുകൊണ്ട് തന്നെ SITക്ക് വളരെയധികം പരിമിതിയുണ്ട് എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ അന്ന് തന്നെ ഉയർത്തിയിരുന്നു. എന്നാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഇക്കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ആശാവഹമായൊരു കാര്യമാണ്. അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ പലരും ഉന്നയിച്ച ഒരു ആരോപണം ഇതിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ട് എന്നാണ്. അത് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 പേരെ ഈ SITയിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് പോലീസിൻ്റെ ഈ ഇടതുപക്ഷ സംഘടനയുടെ ഭാരവാഹിത്വമുള്ള ആളായിരുന്നു. മറ്റൊരാൾ ഒരു ആരോപണം നേരിടുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇത്തരം ആൾക്കാരെയൊക്കെ SIT പോലുള്ള ഒരു സംവിധാനത്തിൽ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില സംശയങ്ങൾ ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ തള്ളിക്കളയാൻ സാധ്യമല്ല. അത്തരത്തിലുള്ള ഇടപെടലുകൾ, കാരണം നമുക്കറിയാം നമ്മുടെ പോലീസ് ഫോഴ്സിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് ധാരണയുള്ളതാണ്. വലിയ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു വലിയ പോലീസ് സംവിധാനമാണ് ഇന്ന് കേരളത്തിനുള്ളത്. അവരെ സ്വതന്ത്രമായി ഇക്കാര്യത്തിൽ ഒരു ഇടപെടലും ഇല്ലാതെ അവരെ ഈ കേസ് അന്വേഷണം ഏൽപ്പിക്കുകയാണെങ്കിൽ കൃത്യമായി ഇതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ബന്ധങ്ങൾ ഉള്ളത് എന്ന് കൃത്യമായി തെളിയിക്കാൻ പറ്റുന്ന ഒരു പോലീസ് സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട്. ഏതൊരു സംസ്ഥാനത്തേക്കാൾ വളരെ കൃത്യമായി ഇക്കാര്യങ്ങൾ ചെയ്ത ഒരു സംവിധാനം കഴിഞ്ഞ കാല ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും. ഇവിടെ നമുക്കറിയാം, ഇവിടെ രാഷ്ട്രീയമായി ഇപ്പോൾ ആരെ എടുത്തു, ആരില്ലെങ്കിൽ LDFനും UDFനും പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുവാനാണ് ബോധപൂർവം 2 മുന്നണികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ ആരാണ് മണ്ടന്മാരായത്? ഇവിടുത്തെ ഭക്തജനങ്ങളെ മണ്ടന്മാരായി എന്ന് മനസ്സിലാക്കുന്ന വാർത്തകളാണ് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. നമ്മളൊക്കെ ഇന്ന് വരെ ചർച്ച ചെയ്തതിനപ്പുറത്തേക്ക് ഇവിടുത്തെ സംവിധാനം മുഴുവൻ ഇവരുടെ കൈകളിൽ അമർന്നിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഇപ്പോൾ ഈ ശബരിമല പോലുള്ള ക്ഷേത്രത്തിൽ ഇതാണ് നടന്നതെങ്കിൽ ഇനി കൃത്യമായി ഇത്തരം ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ഇവിടുത്തെ സ്ട്രോങ് റൂമുകളിൽ, ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂമുകളിൽ എന്താണ് നടക്കുന്നത്? ഇതെല്ലാം ഭക്തജനങ്ങൾക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അനുദിനം പുറത്തു വന്നിട്ടിരിക്കുന്നത്. ആരെയാണ് വിശ്വസിക്കുക? കള്ളൻ്റെയിലാണ് താക്കോലേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ. ഇവിടെ ആരെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ഒരുപക്ഷെ ദേവസ്വം വകുപ്പ് മന്ത്രിയെപ്പോലും ചോദ്യം ചെയ്യുകയും ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാകുമെന്ന് രീതിയിലുള്ള വാർത്തകളും വരുമ്പോൾ ഭക്തജനങ്ങൾ ആരെയാണ് ഇക്കാര്യത്തിൽ, അവരാരെയാണ് ഇത്തരം കാര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആരാണ്? സത്യം പറഞ്ഞാൽ ഭക്തജനങ്ങൾ അവിടെ സമർപ്പിക്കുന്ന അവരുടെ ചോരയും നീരും വിയർപ്പാക്കി ഉണ്ടാക്കിയ അവരുടെ അധ്വാനങ്ങളാണ് പലപ്പോഴും കാണിക്കുകയായും അല്ലെങ്കിൽ അവരുടെ കഷ്ടതകൾ മാറ്റാൻ വേണ്ടി വഴിപാടായി സമർപ്പിക്കുന്നതെല്ലാം ഇത്തരത്തിലുള്ള ആൾക്കാർ കട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതിനപ്പുറത്തേക്ക്. അല്ല, D. സുരേഷ് കുമാർ, ഇതിനകത്ത് ഇപ്പൊ പുതിയ വന്ന അപ്ഡേറ്റിനകത്തുള്ള ഒരു സംഗതി എന്താണ്? പ്രഭാമണ്ഡലം, വ്യാളി, ശിവരൂപം, ഇതിലൊക്കെ സ്വർണം കൊണ്ടുപോയി എന്നാണ്. എന്ന് വെച്ചാൽ
അയ്യപ്പനെ ഒഴികെ ബാക്കിയൊക്കെ കൊണ്ടുപോയി എന്ന് ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. ഓരോ ദിവസത്തെയും പുതിയ വിവരങ്ങൾ വരുമ്പോൾ അത് കാണാതായ കൂടുതൽ സ്വർണത്തിൻ്റെ വിവരങ്ങൾ വരുന്നു. അതെവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് പറയുന്നു, ഞങ്ങളുടെ അമ്പലങ്ങളിലെ മുഴുവൻ സ്വത്തുക്കൾ ഇങ്ങനെ പലതരത്തിൽ അടിച്ചുകൊണ്ട് പോയി കാണത്തില്ലേ, അല്ലെങ്കിൽ സ്ട്രോങ് റൂമിലെ സ്വർണ്ണങ്ങൾ അവിടെ തന്നെ ഉണ്ടാകുമോ? ഈ ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ഒരു ഡിഫൻസ് എടുക്കും കോമ്രേഡ്? ഇവിടെ ഈ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ ഒരു മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത സമീപ ദിവസങ്ങളിൽ ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും അന്വേഷണം വളരെ സത്യസന്ധമായി സുതാര്യമായി ചില മേഖലകളിൽ കൂടെ പോയപ്പോഴാണ് ഈ അന്വേഷണം ശരിയല്ല, ഈ അന്വേഷണത്തിൽ പാകപ്പിഴയുണ്ട് എന്ന രൂപത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടക്കുന്നത്. ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ടാണ്, അതായത് പോലീസ്, സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു കൊടുക്കുന്ന ആളുകളാണ്, അവരുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ അന്വേഷണത്തെക്കുറിച്ച് സമഗ്രമായി ഈ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡ് കൂടിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ആ ദേവസ്വം ബോർഡ് കൂടിയാണ്. അവരുടെയും കൂടെ നിർദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെയും കൂടെ അഭ്യർത്ഥനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ രൂപത്തിലുള്ള ടീമിനെ രൂപീകരിക്കുന്നത്. ആ ടീമിനെ തന്നെ നമ്മൾ സംശയാലുവായി കാണുന്നത് ചില ഓർമ്മകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ED കുറിച്ച്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ചും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചുമൊക്കെ ഇവിടെ കൂട്ടിലടച്ച തത്തകളാണെന്നുള്ള പരാമർശം വന്നിട്ടുണ്ട്. അതേ മാതൃകയിൽ കാര്യങ്ങളെ നോക്കിക്കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇതാകെ മോശമാണ്, ഇതെല്ലാം ഇവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്, ഭരിക്കുന്ന സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്ന തെറ്റായൊരു വാദഗതി നമ്മൾ പലപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അത് വളരെ മോശമാണ്. ഈ അന്വേഷണം നടക്കട്ടെ. പിന്നെ ഭക്തജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം അത് നേരത്തെയും ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും RSSും ഒക്കെ തുടർച്ചയായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ക്ഷേത്രങ്ങളിലെ, ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കൾ മുഴുവനും അപഹരിച്ചെടുത്ത് മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങൾ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുകയാണ് എന്ന് ശശികല പോലുള്ള ആളുകൾ ഇവിടെ നിരന്തരം മൈക്ക് കെട്ടിവെച്ച് പ്രസംഗിച്ചുകൊണ്ട് നടന്ന നാട്. ഒടുവിൽ ആ തെറ്റിദ്ധാരണ പൂർണ്ണമായി മാറി. ഇങ്ങനെ കിട്ടുന്ന വരുമാനങ്ങൾ മോശാവസ്ഥയിൽ നിൽക്കുന്ന ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ്. അല്ലല്ല, ആ പ്രസംഗം എനിക്ക് തോന്നുന്നു മീഡിയ കൊണ്ട് ഫയൽ ആർക്കൈവ്സിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ എത്ര കള്ളം പറഞ്ഞാലും ശരി, എത്ര കള്ളം പറഞ്ഞ് സത്യമാക്കി വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും ശരി, ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള ശ്രീമതി ശശികല പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ സ്വത്ത് അപഹരിച്ചെടുത്ത് അന്യ മതസ്ഥരുടെ ആരാധനാലയങ്ങൾ റിനോവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന ആരോപണം, കടുത്ത ആരോപണം നടത്തിയിട്ടുണ്ട്. മദർ തെരേസയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെയല്ലേ ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതല്ലാതായി തീരുമോ? അത് വസ്തുതയല്ലാതായി തീരുമോ? വ്യാജങ്ങൾ വലിയ തോതിൽ ഒഴുകിപ്പരക്കുന്ന ഒരു നാടാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം, കേരളവും. പക്ഷെ ആ വ്യാജങ്ങൾ ആക്കം കൂട്ടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംഭവമായി ഞാൻ പറയുന്നത് ഒരു സെക്കൻഡ് ഞാൻ പറയുന്നത് ഫാക്റ്റ് അല്ല എങ്കിൽ ആ വസ്തുത പ്രേക്ഷകരോട് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ എന്നെ തിരുത്തിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇത്തരത്തിലുള്ള വാദഗതികൾ ഇതിനു മുൻപേയും ഉയർത്തിയിട്ടുള്ളതാണ്. ആ വാദഗതികൾക്ക് സത്യത്തിന്റെ കണിക പോലും ആ വാദഗതികളിൽ അടങ്ങിയിട്ടില്ല എന്നുള്ളത് നിസ്സംശയം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ നാട്. തെളിവുകളുടെ വിത്ത് ഡോക്യുമെന്ററി എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഭക്തജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന നിലയിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരരുത്. ഇവിടെ ഒരു തെറ്റായ ദിശയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ ദേവസ്വം ബോർഡ്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നേതൃത്വത്തിൽ സീൽഡ് കവറിൽ അന്വേഷണ പുരോഗതി കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണം. സുരേഷ് കുമാർ, ഒന്നാമത്തെ കാര്യം, ഈ ഹിന്ദുത്വ പ്രൊഫൈലുകളിൽ നിന്നും നേതാക്കളിൽ നിന്നും വലിയ തോതിലുള്ള വ്യാജ പ്രചരണം പല ഘട്ടങ്ങളിലായി നടക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത്തരം സംഗതികളെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇവൻ്റായി പോയി ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതിൽ തന്നെ സർക്കാരിൻ്റെ ആളുകൾ അതിൽ പെട്ടുപോയത് എന്ന നിരാശ CPM-നുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു ഞാൻ.
അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഹൈക്കോടതി നമ്മുടെ കേരള സർക്കാർ ഒരു ദേവസ്വം ബോർഡ് രൂപീകരിച്ച ദേവസ്വം ബോർഡിലേക്ക് ആളിനെ അയക്കുന്നത് അതിനെ ശരിയായ വിധത്തിൽ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് അവിടെ ഉണ്ടായത് എന്ത് പിഴവാണ്, എന്ത് ഇൻവോൾവ്മെന്റ് ആണ് അവർക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായി പരിശോധിക്കും. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ആളിനെതിരെ നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ബന്ധം അറ്റുപോവുക എന്നുള്ളതാണ്. ഈ പാർട്ടി രൂപീകരിച്ച സമുന്നതരായ നേതാക്കന്മാർ സംഘടനാ നടപടിക്ക് വിധേയമായി മരണകാലം വരെ ഈ പാർട്ടിയുമായി ബന്ധപ്പെടാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ള ചരിത്രമുള്ള അല്ല. സംഘടനാ നടപടി എന്ന് വെച്ചാൽ നിങ്ങൾ CPM ൽ നിന്ന് ആകമാനം പുറത്താക്കണമെന്നുള്ള അഭിപ്രായമല്ലോ. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വേണമെങ്കിൽ P. പത്മകുമാറിനെ മാറ്റി നിർത്താമല്ലോ. നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ജയിലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമോ എന്ന വിദണ്ഡവാദം ഉന്നയിക്കല്ലേ നിങ്ങൾ ചെയ്തത്. അതേസമയം ഒരു കാര്യം ഇവിടെ കണ്ണൂരിലൊരു പ്രശ്നം ഉണ്ടായല്ലോ. കണ്ണൂരിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ PP ദിവ്യക്കെതിരെ വലിയ ആക്ഷേപം നാട്ടുകാരാകെ ഉയർത്തി. എന്ത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ മാറ്റി നിർത്തിയത്? അതിനും നിങ്ങളുടെ നടപടിയും കഴിഞ്ഞ് എന്തെല്ലാം കഴിഞ്ഞാണ് ചാർജ് ഷീറ്റ് വന്നത്? അപ്പൊ ആ സമയത്ത് അവരെ രണ്ട് കാര്യങ്ങളും ആ സമയത്ത് സംസ്ഥാനത്തെ ആകമാനം വരുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ വികാരത്തെ മാനിച്ചുകൊണ്ട് അവരെ മാറ്റാൻ നിങ്ങൾക്കൊരു മടിയും ഉണ്ടായില്ല. ഒരു അന്വേഷണത്തിനും കാത്തുനിന്നില്ല, ഒരു ഇന്റേണൽ എൻക്വയറിയും നിങ്ങൾ നടത്തിയില്ല. അതേ നിങ്ങൾ ഇവിടെ ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പത്മകുമാറിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോലും മാറ്റി നിർത്താൻ കഴിയില്ല എന്ന വളരെ കണിശ സമീപനം നിലനിർത്തുകയാണ്. ആളുകൾ അതിൽ സംശയിക്കില്ലേ? കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി PP ദിവ്യ അന്ന് ആ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. എത്രമാത്രം നിന്ദ്യമായിട്ടാണ് ആ പ്രസംഗത്തെ വളച്ചൊടിച്ചുകൊണ്ട് നാട് മുഴുവനും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ സാധാരണക്കാരായിട്ടുള്ള വീടുകളിലിരിക്കുന്ന സ്ത്രീകളുടെയും അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ മനസ്സിൽ തെറ്റായ ദിശയിലേക്ക് മാറ്റിയത്. എത്രമാത്രം നിന്ദ്യമായിട്ടാണ് അവരെ ജില്ലാ പഞ്ചായത്ത് അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിയത്. സ്വാഭാവികമായും ഒരു ജാഗ്രതാ കുറവ് PP ദിവ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പാർട്ടി വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് PP ദിവ്യക്കെതിരായി സംഘടനാ നടപടി കൈക്കൊണ്ടത്. സംഭവിച്ചത് ഈ മൂന്നാളുകളെ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. അത് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അത് നമുക്ക് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന പദവിയിലിരിക്കുമ്പോൾ അയ്യപ്പന്റെ മുതലുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രൂപത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടൽ ആരുടെയെങ്കിലും CPM ഹിന്ദു ഐക്യവേദിയുടെ സന്ദീപ് നിങ്ങൾ വ്യാപകമായി വ്യാജം പറയുന്നവരാണ് സന്ദീപ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന വ്യാജത്തിൽ ജനം വീഴില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, അദ്ദേഹം ഈ ആരെയാണ് മണ്ടന്മാരാക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത്. CPMന്റെ പ്രതിനിധി ഈ നാട്ടിലൊന്നും അല്ല ജീവിക്കുന്നത്. എന്താണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാനുള്ള സാഹചര്യം അദ്ദേഹം മറന്നുപോകുന്നു. ശ്രീ പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് അവിടെ ആഗോള ഭക്തസംഗമം നടത്തി ഈ സർക്കാർ. ഇവിടുത്തെ അയ്യപ്പന്മാരെ സേവിക്കുന്നതിന് വേണ്ടി, അവരുടെ സുഖസൗകര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി, അവരെ എല്ലാ സംവിധാനവും ഒരുക്കുന്നതിന് വേണ്ടി ആഗോള ഭക്തസംഗമം നടത്തിയ ഇടതുപക്ഷ സർക്കാർ ഇവിടുത്തെ ഭക്തജന സംഘടനകളെ, അവിടുത്തെ ഭക്തന്മാരെ എല്ലാം പുറത്താക്കിക്കൊണ്ട് രാഷ്ട്രീയമായ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് അവിടെ ഇത്രയും കോടികൾ ഇവിടുന്ന് കട്ടുകൊണ്ട് പോയതിനപ്പുറത്തേക്ക് കൂടുതൽ കോടികൾ കട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായ ശ്രമമായിരുന്നു അന്ന്. ഇന്ന് ഇവിടുത്തെ ഭക്തജന സംഘടനകളും ഹൈന്ദവ സംഘടനകളുമെല്ലാം അതിനെ എതിർത്തിരുന്നു. അതിനെ ഒന്നും വകവയ്ക്കാതെ അവർ അധികാരത്തിൻ്റെ മുഷ്കുപയോഗിച്ചുകൊണ്ട് അത് അവിടെ നടപ്പിലാക്കി. അപ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഇപ്പോൾ എന്താ പറഞ്ഞത്, ഇവിടുത്തെ ദേവസ്വം ബോർഡാണ് ആവശ്യപ്പെട്ടത് എന്ന്. അങ്ങ് ഈ കാര്യങ്ങളെയൊക്കെ ആരെയാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അവിടെ എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങൾ പുറത്തു വരാനുള്ള സാഹചര്യം എന്ന് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ വന്നിരുന്ന് ഈ TV ചാനലുകളിൽ വന്നിരുന്ന് ഇങ്ങനെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയരുത്. നമുക്കറിയാം ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണമായിട്ടുള്ള അവിടുത്തെ പത്തനംതിട്ട ജില്ലാ ജഡ്ജി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നതിന് ഉണ്ടായ സാഹചര്യം. അദ്ദേഹം CPMന്റെ പ്രതിനിധി പറയുന്നത് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു എന്നാണ്. ദേവസ്വം ബോർഡ് ആരെയാ ആവശ്യപ്പെടാൻ വേണ്ടി? ഈ അന്വേഷണത്തിലൂടെ ആവശ്യപ്പെടുന്ന ആരെയാ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മന്ത്രിയെയും ഗവൺമെന്റിനെയും നിഴലിൽ സംശയത്തിന് നിഴലിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരൊക്കെ ആരാണ്? CPMന്റെ പ്രതിനിധികളല്ലേ?
ഇദ്ദേഹം ആരെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നത്? ഇദ്ദേഹത്തിനൊക്കെ എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധത അടിസ്ഥാനത്തിലാണോ ഈ ഫ്ലോറിൽ വന്നിരുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾ ആ ഇല്ലാത്ത പ്രചരണം ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഹിന്ദു അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശബരിമല പോലുള്ള ഇത്തരം കേന്ദ്രങ്ങൾ കേരള സർക്കാരിൽ നിൽക്കുന്ന അല്ലെങ്കിൽ റവന്യൂ തരത്തിൽ വരുന്ന വരുമാനത്തിൻ്റെ ഭീമമായ ഒരു തുക, ഏതാണ്ട് ഒരു വർഷം 10,000 കോടി രൂപയിലധികം റവന്യൂ വരുമാനം ശബരിമലയിലൂടെ മാത്രം കേരള സർക്കാരിൽ വരുന്നുണ്ട്. അതില്ല എന്ന് ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കുമോ? ആ 10,000 കോടി രൂപ റവന്യൂ വരുമാനം ശബരിമല ഭക്തന്മാരിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ എത്ര ശതമാനമാണ് ഇവിടെ ഗവൺമെൻറ് ഈ ശബരിമലയിലെ തീർത്ഥാടകർക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്? അവിടെ സർക്കാരിൻ്റെ 28 ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുമ്പോൾ ആ 28 ഡിപ്പാർട്ട്മെൻറ്റും ഓരോന്നിനും കണക്കെണ്ണി അവിടുന്ന് വില എണ്ണി അവിടെ ഒരു പോലീസ് അയ്യപ്പന് പോലും ആ സേവനത്തിന് പോലും പൈസ ഈടാക്കിക്കൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് ഇലക്ട്രിസിറ്റി ഒരു യൂണിറ്റിന് 6 രൂപയും 7 രൂപയും 10 രൂപയും ഉള്ളപ്പോൾ അവിടെ 17 രൂപ ഈടാക്കുന്നു. അങ്ങനെ KSRTC നിലയ്ക്കലിൽ നിന്ന് പമ്പ ചെയിൻ സർവീസ് സാധാരണ നടത്തുന്നതിനേക്കാൾ ഇരട്ടി തുക ഈടാക്കുന്നു. അങ്ങനെ അയ്യപ്പന്മാരെ ഭക്തജനങ്ങളെ പിഴിഞ്ഞ് ഇവിടുത്തെ സർക്കാരിൽ വരുന്ന റവന്യൂ വരുമാനത്തിൻ്റെ കണക്ക് ഞങ്ങൾ പറയുമ്പോൾ അതിൽ എത്ര ശതമാനം ഞങ്ങളുടെ അല്ലെങ്കിൽ അവിടുത്തെ ഭക്തജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ കൊണ്ടുവന്ന് അതിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള നിങ്ങളുടെ ഈ തന്ത്രമൊക്കെ കേരള സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഹൈന്ദവ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഭക്തജന സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങൾ അവിടുത്തെ ഭക്തജന സംഘടനകളെയും അതുപോലെ തന്നെ അവിടുത്തെ ഹൈന്ദവ സംഘടനകളെ മാതാ അമൃതാനന്ദമയി പോലും അവിടെ സേവനം ചെയ്യുന്ന സന്നദ്ധ സംഘടനകളെ പോലും നിങ്ങൾ ശബരിമലയിൽ നിന്ന് ആട്ടിപ്പായിച്ചില്ലേ? അനൂപ്, ഈ അന്വേഷണം എന്ന് പറയുന്ന സംഗതി വേഗത്തിൽ അവസാനിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ എത്തേണ്ടിടത്തേക്ക് എത്താൻ പോകുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചോ? പക്ഷെ അത് എനിക്ക് അതിനു മുമ്പ് മതിയായ സമയം വേണം. ഇവിടെ സംഘപരിവാർ പ്രതിനിധിയും CPM-ന്റെ പ്രതിനിധിയും പറഞ്ഞ വാദമുഖങ്ങളോട് തീർച്ചയായും എനിക്ക് പ്രതികരിക്കേണ്ടതുണ്ട്. ഇവിടെ എല്ലാ കാലത്തും CPM ഉത്തരം മുട്ടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നത് ഞങ്ങളാണ് എന്നുള്ള ഒരു നരേറ്റീവ് അങ്ങോട്ട് എടുത്തിടും. ഇവിടെ ഈ ചർച്ചയിൽ ഇതാണ്. ഇപ്പോ സംഘപരിവാർ കേരളീയ സമൂഹത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രചാരവേലകളുണ്ട്. അത് ഈ ദേവസ്വം ബോർഡിന്റെ പണം എന്ന് പറയുന്നത് മറ്റു വിശ്വാസികൾ ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയുള്ള വിഷലിപ്തമായ പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. അതിനെ പ്രതിരോധിച്ചതാരാ? ഇവരല്ല. കേരളത്തിന്റെ നിയമസഭയുടെ അകത്ത് അന്ന് നിയമസഭാ അംഗമായിരുന്ന ഇന്ത്യ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായാണ് ഇതൊക്കെ കേരളീയ സമൂഹത്തിനകത്ത് കൂടുതൽ ചർച്ചയാവുകയും അത് തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതിനെയൊക്കെ കോൺഗ്രസ് അടക്കം വളരെ കൃത്യമായി എതിർത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷെ ഇപ്പൊ CPM എന്താ പറയുന്നത്? ഇത് സംഘപരിവാറിന്റെ ആശങ്കയല്ലാതെ കേരളത്തിലെ വിശ്വാസികളുടെ ആശങ്കയെ സംഘപരിവാറിന്റെ ആശങ്കയായി ഇവർ ന്യൂനീകരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. ഇവിടെ കേരളത്തിലെ ശബരിമലയിൽ വരുന്ന ആളുകളൊക്കെ സംഘപരിവാറുകാരാണോ? ക്ഷേത്ര വിശ്വാസികളൊക്കെ സംഘപരിവാറുകാരാണോ? ഞാനിപ്പോ കാസർഗോഡാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ തെയ്യം കെട്ടിയാടുന്ന ആളുകളൊക്കെ ബഹുഭൂരിപക്ഷവും CPM-കാരല്ലേ? ഇവിടുത്തെ വിശ്വാസികളിലും CPM-ന് ഒരു ഷെയർ ഉള്ള CPM അനുഭാവികളടക്കം നിങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകളടക്കം നിങ്ങളുടെ ഈ പറയുന്ന മിസ്മാനേജ്മെന്റിൽ ഈ പകൽക്കൊള്ളയിൽ അസ്വസ്ഥരാണതേ. ഇവിടെ വളരെ കൃത്യമായി CPM-നെ സംബന്ധിച്ച് ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാരാ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഇതിന്റെ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 ആളുകൾക്ക് ആരുമായാണ് പൊളിറ്റിക്കൽ അഫിലിയേഷൻ, രാഷ്ട്രീയ ബന്ധം ആരുമായി എന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും പാർട്ടിയുമായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇരിക്കുന്ന സുരേഷ് കുമാറിന്റെ പാർട്ടിയുമായിട്ടാണെന്നേ. അതിനകത്ത് ആർക്കും തർക്കമില്ലല്ലോ. അദ്ദേഹത്തിന് പോലും അത് എന്നോട് വിയോജിക്കാൻ കഴിയില്ല. അത് എന്നിട്ട് അദ്ദേഹം പറയാണ് ഞങ്ങളുടെ പാർട്ടി ഉണ്ടാക്കിയ നേതാവിനെ പുറത്താക്കിയിട്ടുണ്ടെന്ന്. പാർട്ടി ഉണ്ടാക്കിയ നേതാവ് എന്ന് പറഞ്ഞാൽ ചാത്തുണ്ണി മാസ്റ്റർക്കെതിരെയാ. ചാത്തുണ്ണി മാസ്റ്റർക്കെതിരെ ഏതെങ്കിലും കേസ് ഉണ്ടായിട്ടല്ല, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. കേവലം ഒരു ആരോപണം വന്നപ്പോൾ ചാത്തുണ്ണി മാസ്റ്റർ പുറത്താക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മുതിർന്ന നേതാവായ CKP പത്മനാഭനെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ട്. അതൊന്നും കേസിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. നമുക്ക് വേണമെങ്കിൽ നിയമപരമായി പറയാം, ഒരു കേസിൽ അയാൾ കുറ്റാരോപിതം മാത്രമാണ്, പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല, അല്ലെങ്കിൽ ഒരു കേസിന്റെ ട്രയൽ തീരുന്നവരെ കാത്തിരിക്കുക എന്നൊക്കെ പറയുന്ന കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അതിന്റെ മാത്രം അടിസ്ഥാനത്തിലാണോ? നൈതികത എന്നത് ഒന്നിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ എല്ലാ പാർട്ടികളും നടപടി എടുക്കുന്നുണ്ട്. പക്ഷെ CPM എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? CPM-ന് ഭയപ്പെടാനുണ്ട്. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പത്മകുമാറിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഇവിടെയുണ്ട്. അത് ഇവർക്ക് ഈ ചർച്ചകളിൽ അടക്കം അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിൽ നിന്ന് ഇവർക്ക് സത്യസന്ധമായ ഒരു വിശദീകരണം ചാനൽ ചർച്ചകളിലോ പുറത്തോ CPM-ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് CPM-ന് പ്രതിസന്ധി. ഇപ്പൊ CPM ഈ ചർച്ചകളിൽ ഇത് ഒരു ആഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ?
ഇപ്പൊ നളചരിതം 4-ാം ദിവസം എന്നൊക്കെ പറയുന്നത് പോലെ സോണിയാഗാന്ധി വധം ആട്ടകഥയാണ് ഇവർ ആടിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോണിയാഗാന്ധിക്ക് നിങ്ങളുടെ ആനുകൂല്യം ആവശ്യമുണ്ടോ? ഇന്ത്യയിൽ സംഘപരിവാറുമായി ഫൈറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചെറു കടുക് മണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇപ്പോഴേ ഈ നിയമ സംവിധാനത്തിൽ ഈ പറയുന്ന കേന്ദ്രത്തിലെ ഭരണകൂടമോ അല്ലെങ്കിൽ അവരെ വെറുതെ വിടുമായിരുന്നു. ഇവിടെ എന്താണ് യാഥാർത്ഥ്യം? വളരെ കൃത്യമായി ഈ സംഘപരിവാർ അജണ്ടകൾ ബലപ്പെടുത്തുന്ന തരത്തിൽ ഇത്തരം ആഖ്യാനങ്ങളാണ് ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം അടക്കം CPM-ന്റെ പ്രതിനിധികൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, സോണിയാഗാന്ധി വിശദീകരിക്കണം. എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു? എന്തിന് സോണിയാഗാന്ധി വിശദീകരിക്കണം? ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് കളങ്കിതനായ ഒരു വ്യക്തിയല്ലാന്നേ. അവരുടെ കയ്യിൽ ചരട് കെട്ടി. ഇപ്പൊ സോണിയാഗാന്ധി അടക്കം ഗാന്ധി കുടുംബത്തിലെ പല അംഗങ്ങളും ക്ഷേത്രങ്ങളിൽ പോവുകയും ക്ഷേത്ര വിശ്വാസികളും പൂജകളിലും വിശ്വസിക്കുന്ന ആളുകളാണെന്നേ. പല ആളുകളും ചരട് കെട്ടുന്നുണ്ടായിരിക്കാം, അവരുടെ വീട്ടിൽ പൂജ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിനെന്താണ് ഒരു പൊതുസമൂഹത്തിന്റെ കൺസേൺ? അവരുടെ സ്വകാര്യതയല്ലേ. അവർ വന്ന് എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്റെ വീട്ടിൽ വന്ന് ചരട് കെട്ടിയെന്ന് വിശദീകരിക്കേണ്ട ബാധ്യത അത് ആവശ്യപ്പെടാനുള്ള വിശ്വാസത്തിന് പേരിൽ കടന്നുകയറ്റല്ലേ. സോണിയാഗാന്ധി എന്തിനു വിശദീകരിക്കണം? സോണിയാഗാന്ധിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെങ്കിൽ, കുറ്റവാളിയെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ സോണിയാഗാന്ധി ബാധ്യസ്ഥയാണ്, കോൺഗ്രസ് പാർട്ടി ബാധ്യസ്ഥയാണ്. അല്ലാതെ ഇന്ത്യയിലെ ഏത് പ്രശസ്തനോ അപ്രശസ്തനോ ആയ ഏത് പൂജാരി എന്തിന് ചരട് കെട്ടിയെന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവിനോട് ഒന്ന് പറയേണ്ട കാര്യമില്ലേ? അത് കോൺഗ്രസിന് വിശദീകരിക്കേണ്ട ബാധ്യതയില്ല, സോണിയാഗാന്ധിക്കും ഇല്ല. നിങ്ങൾ വിശദീകരിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാ? CPM എന്ന പാർട്ടി വിശദീകരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? CPM-ന്റെ 2 നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. CPM-മായി ബന്ധമുള്ള ആളുകൾ. നിങ്ങളുടെ പാർട്ടിയുടെ പരിരക്ഷണം, പാർട്ടിയുടെ സംരക്ഷണം ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഇവിടെ കാടാമ്പുഴയിൽ പോയി ഈ പറയുന്ന ഈ കോടിയേരി ബാലകൃഷ്ണന്റെ പേര് പുഷ്പാഞ്ജലി ചെയ്തിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശദീകരിക്കണമെന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടോ? ഇല്ല. അത് നിങ്ങളുടെ സ്വകാര്യതയാണ്. CPM-കാർ തലയിൽ മുണ്ടിട്ട് അമരത്തിൽ പോകുന്നുണ്ടാകാം, ചില ആളുകൾ പരസ്യമായി പോകുന്നുണ്ടാവും. കോൺഗ്രസിനെ സംബന്ധിച്ച്, സോണിയാഗാന്ധിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിലുള്ള ആളുകളൊക്കെ പരസ്യമായി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. ഇത്തരം പൂജാരികളുമായി ബന്ധമുണ്ട്. അവരുടെ കയ്യിൽ ചരട് കിട്ടുന്നത് അതിനെന്താണ് നാണിക്കാനുള്ളത്? ഞങ്ങൾ വിശദീകരിക്കുന്ന ഒരു ദാമോദർ പ്രസാദ് ഹിന്ദു ഐക്യവേദി ഈ പ്രശ്നത്തെ ഏത് നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്നുവെന്ന്, ഏതൊക്കെ വഴികളിലേക്ക് വികസിപ്പിക്കുന്നു നോക്കുക. അദ്ദേഹം പറയുന്നത് ശബരിമലയ്ക്ക് കൊടുക്കുന്ന സർവീസിന് മുഴുവൻ സർക്കാർ പണം ഈടാക്കുന്നു, സ്വന്തമായി സർക്കാർ സഹായമായിട്ട് ഒന്നും ഹിന്ദു അമ്പലങ്ങൾക്ക് ചെയ്യുന്നില്ല എന്ന മട്ടിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അതിൽ വസ്തുതാ പ്രശ്നം നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു CPM-നെ ആക്രമിക്കാൻ ഒരു മാർഗം എതിരാളികൾക്ക് എന്നതിനപ്പുറത്തേക്ക് ഈ കേരളീയ സാമൂഹ്യ സാഹചര്യത്തിലുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഏതൊക്കെ വഴിക്ക് പ്രസരിക്കുന്നുണ്ട്? ഈ ചർച്ച തന്നെ കേട്ടാൽ CPM പ്രതിനിധി ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകനെ പ്രകോപിപ്പിച്ചു. അപ്പോൾ ഈ CPM-ന് ഇപ്പോൾ ഒരു ഗുണകരമായിട്ട് കാര്യം ഹിന്ദു ഐക്യവേദി പ്രകോപിച്ചുകൊണ്ട് തങ്ങളുടെ കംഫർട്ട് സോണിൽ കൊണ്ടായാൽ CPM-ന്റെ മതനിരപേക്ഷ നിലപാടുകൾ ആവർത്തിക്കാം. അതൊന്നുമല്ല ഈ ശബരിമല കൊള്ളയബന്ധയുടെ പ്രശ്നം. ഹിന്ദു ഐക്യവേദി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഈ വികലമായിട്ടുള്ള ഈ ഭക്തന്മാരൊക്കെ ഈ ഹിന്ദു തീവ്രവാദികളാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഹിന്ദുത്വ ആശയം പ്രചരിപ്പിക്കാനുള്ള ലക്ഷ്യങ്ങൾ അവർ ഉപയോഗിക്കും. അത് CPM സൗകര്യമാണ്. കാര്യം ആ നെഗറ്റീവിലേക്ക് ചുരുക്കാം. ആ നെഗറ്റീവ് എല്ലാം അതിലേക്ക് ചുരുക്കഴിഞ്ഞാൽ CPM കംഫർട്ടബിൾ സോണിലാണ്. മാത്രമല്ല ഈ ആഗോള സംഗമം ഉണ്ടായ സമയത്ത് അതിൻ്റെ പ്രതിഫലനമല്ലേ അപ്പുറത്ത് പന്തളത്ത് പോയിട്ട് ഹിന്ദു സംഗമം എന്താണ് അയ്യപ്പ സംഗമം വേറെ ഹിന്ദു ഐക്യ സംഘടന ഉണ്ടാക്കിയത് വ്യാപുരനാക്കിയത് അവിടെ വെച്ചിട്ടല്ലേ. അതിന് തുടർന്ന് CPM-ന്റെ പ്രതികരണം അതിനോട് അങ്ങനെയുള്ള ഈ സെക്യുലർ നാട്യങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ ഒരു കൊള്ള നടന്നിരിക്കുന്നു. അത് എല്ലാ ഹിന്ദുത്വവാദികളല്ലാത്ത എല്ലാ ഭക്തർക്കും ഭക്തരല്ലാത്തവർക്കും അവിടെ ശബരിമലയെ ബന്ധപ്പെട്ട് അത് ഒരു കവർച്ചയാണ്, ക്രിമിനൽ കുറ്റം. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആ ക്രിമിനൽ കുറ്റത്തിലേക്ക് ഈ സെക്യുലർ നെഗറ്റീവ് ഉണ്ട്. ഇന്ന് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പൊതുസമ്മേളനത്തിൽ ദീർഘമായ സെക്യുലർ നെഗറ്റീവ് പറയേണ്ടത് CPM-ന്റെ. ഞാനത് വളരെ പ്രത്യേകതയോട് കേൾക്കാം. പക്ഷേ ആ സെക്യുലർ നെഗറ്റീവ് പറയുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ നാടാണ് വെള്ളാപ്പള്ളി നടേശൻ. ഒരു വാക്ക് മതേതര വിരുദ്ധമാണ്, മതനിരപേക്ഷത വിരുദ്ധമാണ്. ഞങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ ഇന്ന് അദ്ദേഹം പരാമർശിച്ചു. ആ പരാമർശ സമയത്ത് അതൊന്ന് പറയായിരുന്നു. വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പാതയുടെ ഒരു വശത്തു കൂടെ അതിനെ നേരെ വിപരീത ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞില്ല. അപ്പോൾ സെക്യുലർ നെഗറ്റീവൊക്കെ പറയുന്ന കേരളത്തിലെ ആൾക്കാർക്ക് മനസ്സിലാവും അത് എവിടെയാണ്. അപ്പോൾ ആ കംഫർട്ട് സോണിലൊന്നും പോയി നിൽക്കണ്ട. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കവർച്ചയാണ്, സ്വർണ്ണ കവർച്ച. ആ സ്വർണ്ണ കവർച്ച അനുദിനം അത് വികസിച്ച് വരുമ്പോൾ വലിയൊരു കവർച്ചയിലേക്ക് മാറുന്നു. അത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക്, അന്താരാഷ്ട്ര ആൻറ്റീക്ക് വസ്തു വിൽപ്പനയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഗുരുതരവശം. അതിലേക്ക് തന്നെയാണ് ഫോക്കസ്. അതാണ് അന്വേഷണ വിഷയം. അല്ലാണ്ട് സെക്യുലർ ക്രെഡൻഷ്യൽസ് പ്രൂവ് ചെയ്യാന്നുള്ള ആവശ്യം ഇവിടെ ആരും ചോദിച്ചിട്ടൊന്നുമില്ല.
അതുകൊണ്ട് അതിലേക്ക് ആ ഒരു സുഖകരമായ സ്ഥലത്ത് പോയിട്ട് ഗോളടിക്കുക എന്നുള്ളത് ഗോൾ പോസ്റ്റോട് മാറ്റി ഗോളടിക്കുന്ന വലിയ കാര്യമില്ല. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ വിഷയം ബന്ധപ്പെട്ട് രണ്ടുപേര് പ്രധാനപ്പെട്ട നേതാക്കളും അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട CPM നേതാവും പിന്നീട് മുഖ്യമന്ത്രി നിയോഗിച്ച ഒരു പ്രസിഡന്റും, അത് ഏത് കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും സുപ്രധാന നവോത്ഥാന കാലഘട്ടത്തിൽ നിയോഗിച്ച പ്രസിഡന്റുമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. തുടർന്ന് അടുത്ത ബോർഡംഗവും ഇതാക്കി. ആ ബോർഡംഗത്തിലേക്ക് എത്താനുള്ള കാര്യം തന്നെ കോടതി നിരീക്ഷണം എന്ന് ആലോചിക്കണം. കോടതി നിരീക്ഷണം വേണ്ട പോലെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന അടിസ്ഥാനത്തിലാണ് പിന്നെയും അത് മുന്നോട്ട് പോകാൻ തയ്യാറായത്. അപ്പോൾ പിന്നെ നേരത്തെ എനിക്ക് അനൂപ് പറഞ്ഞുകൊണ്ട് വിയോജിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യതൊക്കെ ശരി തന്നെയാണ് സോണിയാഗാന്ധിയുടെ, ഒക്കെ ബഹുമാനിപ്പേണ്ട ആരുടെയും. പക്ഷെ ഒരു കൾപ്രിറ്റായ ഒരാളാണ് ഈ കേസിൽ. കൾപ്രിറ്റാണ് ഈ ഉണ്ണികൃഷ്ണൻ പൂജ കൾപ്രിറ്റാണ്. ആ കൾപ്രിറ്റായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത്. അയാൾ എങ്ങനെ അവിടെ കയറി തുടങ്ങിയ വിഷയങ്ങൾ UDF ഉന്നയിക്കുന്നതാണ്. ആ ശബരിമല എങ്ങനെ കയറി, എങ്ങനെ അയാൾ സ്പോൺസറായി മാറി, എങ്ങനെ അയാളുടെ സ്വാധീനം ഉറപ്പിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ കാലത്തുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആ കാലത്ത് ആ ജില്ലയിൽ നിന്ന് വരുന്ന ശബരിമല നിൽക്കുന്ന ജില്ലയിൽ നിന്ന് വരുന്ന MLA യും അവിടുത്തെ MP യും ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ടൊരു കാര്യം അന്വേഷിക്കുക. അവർ മറുപടി പറയാൻ ബാധ്യതയുണ്ട്. അതിൻ്റെ അകത്ത് സോണിയാഗാന്ധി മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇവർ മറുപടി പറയാൻ ബാധ്യതയുണ്ട്. കാര്യം അതെന്താ അറിയണ്ടേ, എന്തായിരുന്നു ആ ബന്ധം. കാര്യം ഈ പോറ്റി എന്ന് വിളിക്കുന്ന കൾപ്രിറ്റ് ഇപ്പോൾ നിലവിൽ കുറ്റവാളിയായ ആൾ അവിടെ അയാളുടെ ബന്ധങ്ങളെല്ലാം സ്ഥാപിച്ചത് ഏത് ഘട്ടം മുതലാണ് വളരെ വ്യക്തമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സ്വകാര്യതയുടെ വിഷയമല്ല, അത് വിശദീകരിക്കപ്പെടേണ്ടതാണ്. കാര്യം അതിനെ തുടർന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ കവർച്ച ആ കാലഘട്ടം നടന്നു നമുക്കറിയില്ല, അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ കവർച്ച ഇപ്പം നമ്മുടെ മുമ്പിൽ കവർച്ച നടന്നിട്ടുള്ളത് 2019 ആ കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ആ സമയത്ത് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ തന്നെയാണ്. ഇതുപോലൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ മന്ത്രി, അദ്ദേഹം പാർലമെൻറ്റിന് സീറ്റ് കിട്ടി പോയ സമയത്ത് പുതിയതായിട്ട് ബഹുമാനപ്പെട്ട PR കേളു മന്ത്രിയ സമയത്ത് നമ്മളെല്ലാവരും ആലോചിച്ചു അദ്ദേഹം തന്നെയായിരിക്കും നമ്മുടെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുക. കാര്യം അതിൻ്റെ അകത്തൊരു സിംബോളിക്കായിട്ടൊരു വലിയൊരു വാല്യൂ ഉണ്ട്. പക്ഷേ VN വാസവനാണ് കൊടുത്തത്. അതൊരു ദുരൂഹമായി അവശേഷിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ കാര്യം പുതിയൊരു മന്ത്രിക്ക് കൊടുക്കുക, അതെന്തുകൊണ്ട് അങ്ങനെ കൊടുത്തു? വളരെ CPM വളരെ സിംബോളിക്കായിട്ട് പ്രസക്തമായിട്ടൊരു കാര്യമാണ് ആ കൈമാറ്റം. എന്തുകൊണ്ട് കൊടുത്തു? ഒന്നുമില്ലെങ്കിൽ മനസ്സിലാക്കാം VN വാസവനെ പോലെ ആൾക്ക് കൈകാര്യം ചെയ്യാവുന്നൊരു വകുപ്പ് മാത്രമാണ്. കാര്യത്തിനകത്ത് പ്രത്യേകം പണിയൊന്നുമില്ല എന്നല്ലേ പറഞ്ഞത്. ആ VN വാസവൻ പ്രത്യേകം കഴിവൊന്നുമില്ലാത്ത ഒരാളായിരിക്കും. അതുകൊണ്ട് ആ വെറുതെ ഒരു വകുപ്പ് കൂടി ഇരുന്നോട്ടെ വെച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ ആ വകുപ്പ് നോക്കാൻ PR കേളുവിന് ഒരുപക്ഷെ കഴിവില്ലാതെ അല്ലെങ്കിൽ ഇതിനെക്കാട്ടും ദുരൂഹമായ എന്തോ കാര്യം. അതിനകത്തൊരു ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ നമ്മൾക്കൊരു തിരിഞ്ഞു നോക്കുമ്പോൾ അതിനകത്തൊരു സങ്കീർണ്ണ നിലക്കുന്നുണ്ട്, ഒരു ദുരൂഹ നിലക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് രാധാകൃഷ്ണൻ നന്നായി കൈകാര്യം ചെയ്തൊരു വകുപ്പ് അദ്ദേഹം പോയതിനു ശേഷം പുതിയ വന്ന ഒരു മന്ത്രി വളരെ പ്രതീകാത്മകമായിട്ട് മൂല്യമുള്ളൊരു വകുപ്പ് എന്തെടുത്തിട്ട് എന്തിനാണ് കൊടുത്തത്? അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ നമുക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കവർച്ച എന്ന് അനുദിനം വികസിക്കുന്ന കവർച്ചയുടെ സ്വഭാവം അത് കേരള സമൂഹം വലിയ തന്നെയാണ് കാണുന്നത്. അത് ഒരു നരേറ്റീവ് കൊണ്ട് മൂടാൻ പറ്റില്ല. D. സുരേഷ് കുമാർ, താങ്കൾ നേരത്തെ പറഞ്ഞൊരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ താങ്കൾ കേട്ടില്ല. PP ദിവ്യയ്ക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവരെ മാറ്റിയെന്നാണ്. ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ അയാൾ ഭരിച്ചുകൊണ്ടിരിക്കെ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാഗ്രത കുറവല്ലേ? അല്ല, അതാണ് ഞാൻ അതിനോട് കൃത്യമായി മറുപടി പറയാം. അതിനു മുമ്പ് ഒരു മിനിറ്റ് എനിക്കൊന്ന് തരണം. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ബഹുമാന്യനായ ശ്രീ അനൂപ് ഇവിടെ സംഘപരിവാറിനെതിരായി ശരിയായ ചെറുത്തുനിൽപ്പ് പ്രതിരോധം സംഘടിപ്പിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് അടിവരയിട്ട് അദ്ദേഹം പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിലെ മറ്റത്തൂരിലും തൊട്ടടുത്ത പഞ്ചായത്തുകളിലും ആ മോഡൽ കണ്ട് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങൾ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിനേക്കാൾ കൂടുതൽ ദൃഢമായിട്ടുള്ള ബന്ധങ്ങൾ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് എന്നുള്ളതും ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രതിരോധത്തിൻ്റെ കാര്യം നിങ്ങൾ കൂടുതൽ ഇവിടെ വിളമ്പരുത്. ഞാനൊരു ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്തുകൊണ്ട് സോണിയാഗാന്ധി മറുപടി പറയണമെന്നതിനെ സംബന്ധിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാനത് ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട് ഞങ്ങൾ മല്ലികാർജുന ഖാർഗെ ഇതിന് മറുപടി പറയണമെന്ന് പറയുന്നില്ല? പ്രിയങ്ക ഗാന്ധി മറുപടി പറയണമെന്ന് പറയുന്നില്ല? രാഹുൽ ഗാന്ധി ഇതിന് മറുപടി പറയണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ മറുപടി പറയണം, സോണിയാഗാന്ധി മറുപടി പറയണമെന്ന് ആവർത്തിച്ച് പറയുന്നത് ആ ഫോട്ടോയിൽ ഈ പറയുന്ന സംശയ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇന്നിപ്പോൾ ജയിൽവാസം അനുഭവിക്കുന്ന ആളുകൾ വളരെ ബോധപൂർവം അതുകൊണ്ടാണ് ആവശ്യപ്പെടുന്നതാണ്. ഞാൻ ചോദിച്ച ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. PP ദിവ്യയെ ജാഗ്രത കുറവ് കൊണ്ട് മാറ്റി, അതേസമയം ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കവേ ദേവസ്വം ബോർഡിൽ വലിയ കള്ളം നടക്കുന്നത് അറിയാത്തത് ജാഗ്രത കുറവാണോ? അല്ല, ഒരു വരി കൂടെ ഞാനത് പറയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം പറഞ്ഞു, അനൂപ് പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് കളങ്കിതനായ വ്യക്തിത്വം ആയിരുന്നില്ല എന്ന്. ഇങ്ങനെ സർട്ടിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ല? ഞാനാണിത് പറഞ്ഞിരുന്നുവെങ്കിൽ എത്രമാത്രം നിങ്ങൾ ഇവിടെ എന്നെ അവിടെ
അതിനുശേഷമല്ല സാറേ നിങ്ങളുടെ ദേവസ്വം ബോർഡ് മെമ്പർമാരെ ചുമതലപ്പെടുത്തുന്നത്. ഞാനത് പറയട്ടെ, ദേവസ്വം ബോർഡിന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ്, എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ദേവസ്വം ബോർഡ്. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ എത്ര സഹിഷ്ണുതയോടെ കേട്ടിരുന്നത്, അതുപോലെ കേട്ടിരിക്കാൻ നിങ്ങൾക്കും സഹിഷ്ണുത ഉണ്ടാകണം. ഇപ്പോഴത്തെ പ്രശ്നം, ഇവിടെ ദേവസ്വം ബോർഡ് മെമ്പർമാരെ ചുമതലപ്പെടുത്തുന്നത് അവിടുത്തെ പ്രവർത്തനം നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ അവർക്ക് വീഴ്ച വന്നിട്ടുണ്ടോ, നെഗ്ലിജൻസ് പറ്റിയിട്ടുണ്ടോ, മാത്രവുമല്ല അവർക്ക് ഈ ഗൂഢാലോചനയിൽ അവർക്ക് പങ്കുണ്ടോ, അതല്ലെങ്കിൽ ഈ കൊള്ളയിൽ അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ഈ മോഷണത്തിൽ അവർക്ക് എന്തെങ്കിലും ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് കുറ്റപത്രം വരുമ്പോൾ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ കുറ്റപത്രം കാത്തിരുന്നില്ല പി ദിവ്യയുടെ കാര്യത്തിൽ എന്ന കാര്യം ഓർക്കണം. പി ദിവ്യക്കെതിരായിട്ടുള്ള പൊതുജനവികാരം വരുന്നത് വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ഉദ്യോഗസ്ഥ വലിയ കമ്മ്യൂണിറ്റി കൂടിയാണ് എന്ന കാര്യം ഓർക്കണം. എന്തായാലും നോക്കാം CPM എങ്ങനെ ഇതിനകത്ത് നിന്ന് ഊരി വരും എന്ന്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞോളൂ. താങ്ക് യു ഡി സുരേഷ് കുമാർ, ഒപ്പം സന്ദീപ് ദാമോദർ പ്രസാദ്, VR അനൂപ് ഉള്ള